തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു CPIM. പൊതുസ്വതന്ത്രൻ അടക്കം 86 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. 75 സീറ്റുകളിൽ CPIM സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 56 സിറ്റിംഗ് MLA-മാർ മത്സര രംഗത്തുണ്ട്. 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. തികച്ചും ജനാധിപത്യ രീതിയിലാണ് CPIM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ സാധ്യതാ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിശകലനം ചെയ്ത് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. ഈ പട്ടിക ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളിലും ചർച്ച ചെയ്ത് ഇതിന് ശേഷം ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് സംസ്ഥാന കമ്മിറ്റി അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകിയത്. CPIM-ൻ്റെ സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് ഞാൻ പറഞ്ഞത്. ഇനി സ്വതന്ത്രന്മാരായിട്ട് 5 സീറ്റ് കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ആ പ്രഖ്യാപിക്കുന്നതോടുകൂടി മത്സരിക്കുന്ന എല്ലാ സീറ്റും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPIM അംഗത്തെട്ടിലേക്ക് പ്രഖ്യാപിച്ചത് 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ LDF-ന്റെ സ്ഥാനാർത്ഥികളായി 25 പേർ രംഗത്തുണ്ടായിരിക്കും. ഈ 25 പേർ LDF-ന്റെ എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകരുടെ കൂടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഔദ്യോഗികമായി തന്നെ ഈ നിമിഷം മുതൽ രംഗത്തുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്തെമ്പാടും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായി പ്രചാരണത്തിന് ഇറങ്ങി. വിശദാംശങ്ങളുമായി അർജുൻ രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, എന്തായാലും ഒരു മുഴം മുന്നേ തന്നെ കളത്തിലിറങ്ങി ഒരു ആധിപത്യം സ്ഥാപിക്കാൻ CPIM-ന് സാധിച്ചു, LDF-ന് സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അവർക്ക് നേടാനായ കാര്യം എന്നുള്ളതാണ്. ആദ്യം CPI ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്, പിന്നീട് CPIM-ഉം പ്രഖ്യാപിച്ചു. നേരത്തെ തന്നെ ഇതെല്ലാം തയ്യാറായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കാം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുമായി കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഊഴം കാത്തിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം ഊഴം കാത്തിരിക്കുന്ന LDF-ന് എത്രമാത്രം വലിയ മേൽക്കൈയാണ് ഇന്ന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? സ്വാതി, വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF-ന്റെ ക്യാമ്പ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ CPIM-ഉം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. ഇതിനോടകം തന്നെ 140 നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള LDF-ന്റെ 107 സ്ഥാനാർത്ഥികൾ തയ്യാറായി. സ്ഥാനാർത്ഥികളെ പാർട്ടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ മണ്ഡലങ്ങളിലും സജീവമായ കാഴ്ചയാണ് ഇന്ന് വൈകിട്ട് മുതൽ കാണാൻ കഴിയുന്നത്. റോഡ് ഷോയുമായി നേതാക്കൾക്കും പ്രവർത്തകർക്കൊപ്പം വലിയ ആവേശത്തോടെ മണ്ഡലത്തിൽ കളം നിറയാൻ CPM-നും CPI-ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് ലഭിക്കുന്ന മേൽക്കൈ. നമുക്ക് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസും BJP-യും ഒക്കെയാണ് സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിയമസഭയിൽ അതിൻ്റെ മുൻതൂക്കം CPIM-നും CPI-ക്കും ആണ് എന്ന് പറയാം. 81 സീറ്റിലേക്കുള്ള CPIM-ന്റെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 5 സീറ്റുകളിലേക്കുള്ള പൊതു സ്വതന്ത്രരുടെ കാര്യത്തിലാണ് ഇനി തീരുമാനം പിന്നീട് ഉണ്ടാവുക. അതിൽ പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അവിടെയും ഒരു പൊതു സ്വതന്ത്രനെയാണ് മത്സരിപ്പിക്കാൻ CPIM ആലോചിക്കുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ പ്രഖ്യാപനം. 76 സീറ്റിൽ CPIM പാർട്ടി ചിഹ്നത്തിലാണ് ഇത്തവണ മത്സരിക്കുക. ബാക്കി 5ഇടത്ത്, അതായത് പ്രഖ്യാപിച്ച 5 സീറ്റുകളിൽ പൊതു സ്വതന്ത്രർ മത്സരിക്കും. അതിൽ 3ഇടത്ത് നിലവിൽ പൊതു സ്വതന്ത്രർ ജയിച്ച ഇടങ്ങളാണ് തവനൂരും താനൂരും കുന്നമംഗലവും ചവറയും. 4ഇടത്ത് CPM പൊതു സ്വതന്ത്രം നിർത്തി ജയിച്ച ഇടങ്ങളാണ്. അവിടെ അവർ തന്നെ വീണ്ടും ജനവിധി തേടും. 56 MLA-മാരാണ് കഴിഞ്ഞ വട്ടം ജയിച്ച MLA-മാരാണ് ഇത്തവണ വീണ്ടും ഇത്തവണ വീണ്ടും മത്സരിക്കുന്നത് എന്ന സവിശേഷത കൂടി CPIM-നുണ്ട്. മറ്റു മാനദണ്ഡങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് വിജയം മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് CPIM നടത്തിയത്. അതിൽ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ PB-യിൽ നിന്നുള്ള ഒരു അംഗമായിട്ട് മത്സരിക്കുന്നു. 9 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരരംഗത്തുണ്ട്. 9 മന്ത്രിമാർ മത്സരരംഗത്തുണ്ട്. അങ്ങനെ ഏറ്റവും CPM-ന് അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച ഒരു സ്ഥാനാർത്ഥി പാനൽ തന്നെ അവതരിപ്പിക്കുകയാണ് CPM. അതിൽ പക്ഷേ AN ഷംസീറും
എം മണിയും ഒന്നും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പകരം കാരായി രാജൻ ഉൾപ്പെടെയുള്ള എം ആരിഫ് ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ ഈ ലിസ്റ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. മറുവശത്ത് CPI വലിയ ആത്മവിശ്വാസത്തിലാണ്. 25 സീറ്റിലാണ് അവർ മത്സരിച്ചത്. ആ 25 സീറ്റിലും ഇത്തവണ സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞു എന്നുള്ളതും അവരുടെ മേന്മയായി പറയാം. അതിൽ നാട്ടിക സീറ്റിലാണ് ഒരു വിമത സ്വരം നിലവിലെ MLA ആയിരുന്ന CC മുകുന്ദൻ ഉയർത്തിയത്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ അവിടെ ഗീതാ ഗോപിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് CPI. തൃശ്ശൂരിലാണ് അവർക്ക് വലിയ പ്രതീക്ഷ ഉള്ള സ്ഥലം. അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ സാഹിത്യകാരൻ മത്സരിക്കുന്നു. ഒല്ലൂരിൽ K രാജൻ മത്സരരംഗത്തുണ്ട്. 4 മന്ത്രിമാരെയും ഇത്തവണ വീണ്ടും മത്സരരംഗത്തിറക്കാൻ CPI തീരുമാനിച്ചു. ഒപ്പം 3 ടേം പൂർത്തിയാക്കിയ 6 MLA-മാരെ മാറ്റാനും തീരുമാനിച്ചു. അതൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPI-ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് ഈ ആദ്യഘട്ടത്തിൽ ഒരു മുൻതൂക്കം നൽകുന്ന ഘടകം. അതേസമയത്ത് മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഒരു പൂർണ്ണ തീർപ്പിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്ന് പറയാം. അതേസമയത്ത് കോഴിക്കോട് സൗത്തിൽ INL-ന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ നിലവിലെ MLA അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മും NCP-യും നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ, എലത്തൂരിൽ AK ശശീന്ദ്രൻ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ LDF-ൽ ബാക്കിയുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചാരണം തുടങ്ങാനും കഴിഞ്ഞു എന്നതിൻ്റെ മേൽക്കോയ്മ LDF-ന് ഉണ്ടെന്ന് എന്തായാലും പറയാം. സ്വാതി. ശരി അർജുൻ, എന്തായാലും LDF ആ ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ UDF-ന്റെ കാര്യമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്.